രാഹുൽ കൈവീശി മടങ്ങുമ്പോൾ വയനാട്ടുകാർ ആരായി? തുടർച്ചയായി 2 തവണ ചരിത്ര വിജയമാണ് വയനാട്ടുകാർ രാഹുൽ ഗാന്ധിക്ക് സമ്മാനിച്ചത്. കഴിഞ്ഞ തവണ 4,31,770 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിപ്പിച്ചപ്പോൾ ഇത്തവണ അവർ 3,64,422 വോട്ടുകളുടെ ഭൂരിപക്ഷം നൽകി കേരളത്തിൽ നിന്ന് ഏറ്റവും ഭൂരിപക്ഷം നേടി ലോക്സഭയിലേക്ക് എത്തുന്ന സ്ഥാനാർത്ഥിയാക്കി മാറ്റി രാഹുലിനെ. ചുരുക്കം പറഞ്ഞാൽ രാഹുലിൻ്റെ രാഹുകാലം മാറിയപ്പോൾ ഇനി ടാറ്റ ബൈ ബൈ കഥം പറഞ്ഞ് പോകും. അപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതും കാറ്റിനൊത്ത് തൂറ്റുക എന്നതുമാണത്രേ നിലവിലെ രാഷ്ട്രീയം. ഇവിടെ മനസാക്ഷിക്ക് യാതൊരു പ്രാധാന്യവും ഇല്ലത്രേ. പക്ഷേ രാഹുൽ ടാറ്റ പറഞ്ഞു പോകുമ്പോൾ വയനാട്ടുകാരുടെ മാനസികാവസ്ഥ എന്തായിരിക്കും? അവർ ഇപ്പോൾ ആരായി? റായ്ബറേലിയിൽ വൻ ഭൂരിപക്ഷത്തോടെ രാഹുൽ ജയിച്ചതും ഉത്തർപ്രദേശ് പോലെയുള്ള സംസ്ഥാനങ്ങളിൽ BJPയുടെ ശക്തി ക്ഷയിച്ചതും മുതലാക്കണമെങ്കിൽ രാഹുൽ അവിടെ തന്നെ നിന്നേ മതിയാകുകയുള്ളൂ പോലും. മാത്രമല്ല രാഹുലിൻ്റെ രാഹുകാലം മാറിയ സാഹചര്യത്തിൽ ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് മാറ്റുന്നത് പാർട്ടിക്കും മുന്നണിക്കും ഗുണകരമാവില്ല എന്നതാണത്രേ പൊതുവിലയിരുത്തൽ. മറ്റു കക്ഷികൾ ഉൾപ്പെടെ രാഹുൽ റായ്ബറേലിയിൽ തുടരണമെന്നാണ് താല്പര്യപ്പെടുന്നത്. അതിനാൽ വയനാട് രാജിവെക്കുക എന്നതല്ലാതെ രാഹുലിന് മുന്നിൽ നിലവിൽ മറ്റു മാർഗങ്ങളൊന്നുമില്ല പോലും. ബുധനാഴ്ച രാഹുൽ ഗാന്ധി വയനാട് സന്ദർശിക്കുന്ന വേളയിൽ വയനാട് ഒഴിയുമെന്ന കാര്യം പ്രഖ്യാപിക്കുമെന്നാണ് കരുതുന്നത്. 17-ന് രാജി സമർപ്പിക്കും. 6 മാസത്തിനുള്ളിലായിരിക്കും ഉപതെരഞ്ഞെടുപ്പ് നടക്കുവാൻ പോകുന്നത്. അതിനാൽ തിരക്കിട്ട് സ്ഥാനാർത്ഥി ചർച്ചകളിലേക്ക് കടക്കേണ്ടതില്ല എന്ന നിലപാടിലാണ് പാർട്ടി നേതൃത്വം. കാരണം 6 മാസം കഴിയുമ്പോഴേക്കും മണ്ടന്മാരായ ജനങ്ങൾ ഇതെല്ലാം അങ്ങ് മറക്കും. ഇതിനിടയിൽ മുട്ടനൊരു ചക്കപ്പഴവുമൊക്കെയായി വയനാട് DCC പ്രസിഡന്റ് ND അപ്പച്ചൻ രാഹുൽ ഗാന്ധിയെ കാണാൻ പോയി. ചക്കയൊക്കെ വാങ്ങി തിന്ന് ചക്ക ബഹത്ത് അച്ചാഹേ, പക്ഷേ ഇനി ഞാൻ അവിടേക്കില്ലാഹേ എന്ന് രാഹുൽ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ പ്രിയങ്കയെ മത്സരിപ്പിക്കണം, അല്ലെങ്കിൽ കണ്ടാഗ്രസുകൾ അടിപിടി കൂടി ആ സീറ്റ് നശിപ്പിക്കുമെന്ന് അപ്പച്ചൻ പറഞ്ഞു. പക്ഷേ ചുരം കയറി പൊരി പിടിക്കുവാൻ പ്രിയങ്കയ്ക്ക് തീരെ താല്പര്യമില്ല എന്നാണ് ഹൈക്കമാൻഡ് അറിയിക്കുന്നത്. ചിലപ്പോൾ വല്ല ബിരിയാണി കിട്ടിയാലോ എന്ന് പ്രതീക്ഷിച്ച് T സിദ്ദീഖ്, AP അനിൽകുമാർ തുടങ്ങി വയനാട്ടിലെ മൂത്ത കോൺഗ്രസ് നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം സോണിയാജി, രാഹുൽജി, പ്രിയങ്കാജി, KC വേണുഗോപാൽജി, പിന്നെ അവരുടെ അറ്റൻഡർജി ഒക്കെയായി ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു. തിരുതത്തോമ്മ പോയ പിന്നെ നല്ല തിരുതമീനൊന്നും കൂട്ടാൻ പറ്റിയിട്ടില്ലെന്ന് സോണിയാജി പറഞ്ഞു. അവസാനം ഒരു പൊടിക്കിറങ്ങ് ആദ്യം രാഹുലൊന്ന് രാജിവെച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ പിന്നെ തീരുമാനിക്കാം എന്ന് പറഞ്ഞ് നേതാക്കളെ സമാധാനിപ്പിച്ച് വണ്ടി കയറ്റി വിട്ടു. നിലവിൽ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട് യാതൊരു ചർച്ചകൾക്കും വഴി തുറക്കേണ്ടതില്ലെന്നാണ് പാർട്ടി തീരുമാനം. തെരഞ്ഞെടുപ്പിന് ഡിസംബർ വരെ സമയമുണ്ട്. അതിനിടെ ദേശീയ രാഷ്ട്രീയത്തിൽ എന്ത് സംഭവിക്കുമെന്ന് നോക്കാമെന്നും കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. അതിനാൽ ദേശീയ രാഷ്ട്രീയത്തിൻ്റെ ഗതിവിഗതികൾ കൂടി കണക്കിലെടുത്ത് മാത്രമേ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഉണ്ടാകൂ എന്ന് പ്രഖ്യാപിച്ചെങ്കിലും വരാൻ പോകുന്ന ഉപതെരഞ്ഞെടുപ്പിൽ ആരാകണം സ്ഥാനാർത്ഥി എന്ന തരത്തിൽ ഒരു ഭാഗത്ത് ചർച്ച കൊഴുക്കുന്നുമുണ്ട്. MM ഹസൻ, PM നിയാസ്, ആര്യടൻ ഷൗക്കത്ത്, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയവരും വയനാട് മോഹിച്ചവരാണ്. രമേശ് ചെന്നിത്തല, T സിദ്ദീഖ് തുടങ്ങിയ പേരുകളും പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്നാൽ അടുത്ത ഭരണം UDFന് കിട്ടിയാൽ മന്ത്രിസഭാംഗമാകാമെന്ന കണക്കുകൂട്ടലിലാണ് പ്രമുഖരായ പല നേതാക്കളുമുള്ളത്. എന്നതിനാൽ അപ്രതീക്ഷിത നേർച്ചക്കോഴികളും ഉയർന്നു വരുവാൻ ഇടയുണ്ട്. പ്രിയങ്ക മത്സരിച്ചില്ലെങ്കിൽ രണ്ടാമതായി ഉയർന്നു കേൾക്കുന്ന പേര് K മുരളീധരൻ്റേതാണ്. തൃശ്ശൂരിലുണ്ടായ വൻ തോൽവിയുടെ ക്ഷീണം മാറുന്നതിന് മുമ്പ് തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി നേരിടുവാൻ മുരളീധരൻ താല്പര്യപ്പെടുവാൻ സാധ്യതയില്ല. മാത്രമല്ല അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരത്തിന് ഇറങ്ങുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ അടുത്ത ലക്ഷ്യം. 2009-ൽ NCP സ്ഥാനാർത്ഥിയായി മുരളി വയനാട്ടിൽ മത്സരിച്ചപ്പോൾ 1 ലക്ഷത്തിലധികം വോട്ട് നേടിയിരുന്നതു എന്നതും ശ്രദ്ധേയമാണ്. മുസ്ലിം ലീഗിനും താല്പര്യം മുരളിയോടെന്നതും അനുകൂല ഘടകമാണ്. ഇടതുപക്ഷത്ത് ആനിരാജ തന്നെ വരാനാണ് സാധ്യത. അതേസമയം NDA ആരെ നിർത്തുമെന്നതും കാത്തിരുന്ന് കാണാം. ജയിച്ചു കഴിഞ്ഞ് മണ്ഡലം മാറുന്നതിന് എന്തൊക്കെ ന്യായീകരണം പറഞ്ഞാലും വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് നടത്തുന്നതിന് വീണ്ടും എത്ര കോടി രൂപ ഖജനാവിൽ നിന്ന് മുടക്കണം എന്നാലോചിക്കണം. വീണ്ടും എത്രമാത്രം പണം ഇതിനായി ഒഴുക്കേണ്ടി വരും. മണ്ഡലത്തിലെ ജനങ്ങൾ വീണ്ടും ഈ പ്രക്രിയകളിലൂടെയെല്ലാം പോവുകയും വേണം. സ്ഥാനാർത്ഥികൾ ആരുമായിക്കൊള്ളട്ടെ, അവരെ ഒരൊറ്റ മണ്ഡലത്തിൽ മാത്രമേ നിൽക്കുവാൻ അനുവദിക്കാവൂ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതിനുള്ള നടപടികൾ കൈക്കൊള്ളണം. രാഹുൽ ഏതായാലും വയനാട്ടുകാരോടുള്ള സ്നേഹം കൊണ്ടല്ല അവിടെ എത്തിയത് എന്ന് ഇപ്പോഴെങ്കിലും മനസ്സിലാക്കുക. പക്ഷേ പറയുവാൻ പല ന്യായീകരണങ്ങളും കാണും. പക്ഷേ വയനാട്ടുകാർ ഇപ്പോൾ ശരിക്കും ആരായി എന്നതാണ് ചോദ്യം. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.
നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.